തന്നതിനായിട്ട് അങ്ങേ സ്തുതി. കർത്താവെ, ഞങ്ങൾ വായിക്കുന്ന വചനവും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും കർത്താവ് ഞങ്ങളോട് പറയുകയും ഞങ്ങൾക്കത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ട്രാൻസ്ഫോം ചെയ്യുന്നതുമാക്കി മാറ്റി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ഈശ്വർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആദ്യമായിട്ട് 1 കൊരിന്ത്യർ 15 അധ്യായം 10 വാക്യം. ഈ വാക്യം എന്നെ ഇന്നലെ വൈകിട്ട് തൊട്ട് ഇന്നലെ രാത്രി എല്ലാം ഈ വചനം എൻ്റെ വായില്, എൻ്റെ ഹൃദയത്തിലെ കർത്താവ് തരുമായിരുന്നു. ഞാൻ ചിന്തിച്ചു, ഇത് എത്ര വാസ്തവമാണ് എന്നെ പറ്റിയും ബാക്കി എല്ലാ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ പറ്റിയും എന്ന്. വായിക്കാം ഞാൻ ആ വാക്യം. 1 കൊരിന്ത്യർ 15:10. 1 Corinthians chapter 15 verse 10. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. I am what I am by the grace of God. By the grace of God I am what I am. എങ്കിലും ഞാൻ ആകുന്നത് എപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യം, എസ്പെഷ്യലി ഈ 2 ദിവസം ഇതിനെ ചിന്തിക്കൊണ്ടിരുന്നു. അതിന്റെ ലാസ്റ്റ് ലൈനും കൂടെ വായിക്കാം. 10ാം വാക്യത്തിന്റെ ലാസ്റ്റ് ലൈൻ. എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. അപ്പം ഇത് എപ്പോഴും ഞാനല്ല, എന്ത് കാര്യത്തിലും ഞാനല്ല, ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്തെങ്കിലും ഞാനിപ്പോ ചെയ്താൽ അത് എന്നോടുകൂടിയുള്ള ദൈവകൃപയാ. ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തെ ആക്ച്വലി റെവല്യൂഷനൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. 1-2 വാക്യങ്ങളും കൂടെ ഈ ഇതിന്റെ കൂടെ ചേർന്ന് വായിക്കാം. 1 കൊരിന്ത്യർ തന്നെ 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. 1 Corinthians chapter 4 verse 7. അതിന്റെ സെക്കൻഡ് ലൈൻ. ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? വാട്ട് ഡു യു ഹാവ് ദാറ്റ് യു ഹാവ് നോട്ട് റിസീവ്ഡ്? ഇതൊക്കെ നമുക്ക് ഒത്തിരി കേട്ടിട്ടുള്ള വാക്യമാണെന്ന് അറിഞ്ഞാൽ പോലും പിന്നെ എൻ്റെ മനസ്സിലോട്ട് വരുമായിരുന്നു, ഒരു കാര്യവും സ്വന്തമായിട്ട് നേടിയതില്ല, ലഭിച്ചത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പിന്നെയും ചോദിക്കുന്നത്, ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? നമുക്ക് ഒരിക്കലും, നമ്മൾ പലപ്പോഴും അതങ്ങ് മറന്നുപോകും ലഭിച്ചതാന്നുള്ളത്. കർത്താവ് എന്നെ പിന്നെയും അത് ഓർപ്പിക്കുമായിരുന്നു ഈ 1 കൊരിന്ത്യരിൽ നിന്ന് തന്നെ. ഇനി ഒരു വാക്യം, നമ്മൾ എപ്പോഴും വായിക്കുന്ന വാക്യമാണ്, നമ്മൾ വായിച്ച് എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, എന്നാൽ പോലും പിന്നെയും അത് ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുമായിരുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 8 ഓൺവേർഡ്സ്. എന്തെങ്കിലും എഴുതിയിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തുവേശു സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടത് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ അറിയാതെ കർത്താവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ ചിന്തിച്ചു, ഞാൻ വിശ്വസിച്ചു, മറ്റവര് വിശ്വസിച്ചില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, അതും ദൈവത്തിന്റെ ദാനമാണ്. അതെങ്ങനെയാ? വിശ്വാസവും ഒരു ഗിഫ്റ്റായിട്ട് ദൈവം തന്നതാ. ഇതിനകത്ത് നമുക്ക് പുകഴാനായിട്ട് ഒന്നുമില്ല. വിശ്വസിച്ചതിന് ശേഷം ഏതെങ്കിലും 10ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തോന്നറിയാമോ? വിച്ച് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ബിഫോർ ഹാൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ബൈബിളില്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, നാം ചെയ്തു പോരേണ്ടത് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നമ്മൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുവോ, നമ്മൾ എന്തെങ്കിലും ചെയ്യുവോ ചെയ്താൽ അതും ദൈവം മുന്നൊരുക്കിയതാ. നമുക്ക് ഇതിനകത്ത് ഒന്നും പുകഴാനില്ല. ഇനിയും ഒരു വാക്യം കൂടെ വായിക്കട്ടെ. ഞാൻ പറയുന്നതിന്റെ ട്രെയിൻ ഓഫ് തോട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. റോമലേഖനം അത് 2-ാം അധ്യായം 12-ാം അധ്യായം 3-ാം വാക്യം. അവിടെയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. റോമലേഖനം 12-ാം അധ്യായം 3-ാം വാക്യം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. എന്തൊരു വലിയ വാക്യമാണ്! ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. ദൈവം പങ്കിട്ട വിശ്വാസം മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ വേറൊരാൾക്ക് ഒരു കുറഞ്ഞ വിശ്വാസമാണെങ്കിൽ എനിക്ക് അവരെ ജഡ്ജ് ചെയ്യാനോ കണ്ടം ചെയ്യാനോ എനിക്ക് അധികാരമില്ല. ഒറ്റ കാര്യമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, കർത്താവെ, ഈ വിശ്വാസം എനിക്ക് തന്നതിനായിട്ട് നന്ദി കർത്താവെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ ആ വാക്യം കണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരും. ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. എത്ര വിശ്വാസം കർത്താവ് നമുക്ക് തന്നോ അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, കർത്താവെ, ശിഷ്യന്മാർ പ്രാർത്ഥിച്ച പോലെ എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ, ഇൻക്രീസ് മൈ ഫെയ്ത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും.
ഞാന് ഈ വാക്യങ്ങൾ വായിച്ചത് ഒന്നും കൂടെ പറയുക. ഞാനത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാ. 1 കൊരിന്ത്യർ 15:10 വായിച്ചത്, കൃപയാൽ ഞാൻ ആകുന്നത് ഞാനാകുന്നത് കൃപയാലാകുന്നു. എന്നാലും ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. 4:7 വായിച്ചത്, ലഭിച്ചതല്ലാതെ എന്തുള്ളു. എഫേസ്യർ 2 വായിച്ചത്, കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും അതും വിശ്വാസം എന്ന ദാനം മൂലമാണ്. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്നത്, സൽപ്രവൃത്തിക്കായിട്ട് ദൈവം മുന്നമേ കരുതിയ സൽപ്രവൃത്തി മാത്രമേ എനിക്കിപ്പം ചെയ്യാനും പറ്റുള്ളൂ. അത് കഴിഞ്ഞ് റോമർ 12 എഴുതിയിരിക്കുന്നത്, ദൈവം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതിരിക്കാനായിട്ട് ദൈവം കൃപ വിഭാഗിച്ച് തന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വാസം കൃപയും ദൈവം അലോട്ട് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പ്രാക്ടിക്കലായിട്ട് ഉള്ള കാര്യം ചിന്തിക്കുമായിരുന്നു. ഒരു 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 ജോലി സ്ഥലത്ത്, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, നമ്മൾ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒക്കെ ജോലി ചെയ്യുന്നവരായിരിക്കുമല്ലോ. ആ ജോലി സ്ഥലത്ത് നമുക്കൊരു ക്രെഡിബിലിറ്റി. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവര് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നവര്, അവരുടെ മുമ്പിൽ നമുക്കൊരു ക്രെഡിബിലിറ്റി, നമുക്കൊരു വിശ്വാസ യോഗ്യത കിട്ടുന്നത് എന്തുവാ? അതും കൃപയാ. അതുപോലെ നമുക്കതിന്റെ സ്കില്ല് കിട്ടുന്നത് വെറും കുക്കിങ്ങിനാണെങ്കിൽ പോലും ഏറ്റവും വലിയൊരു സ്കില്ലാ അത്. ഇതൊക്കെ ദൈവം തരുന്ന കൃപ മാത്രമാണ്. നമുക്കൊന്നും അതിനകത്ത് പുകഴാനില്ല. നമുക്ക് നമ്മൾ പ്രാർത്ഥിച്ച ഒരാൾ സൗഖ്യമാകുന്നു, അതും ദൈവം തരുന്ന കൃപയാ. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് വിസ്ഡം കിട്ടുന്നത്, നമുക്ക് ഓക്കെ ഇന്ന കാര്യമാണ് ഇന്ന സമയത്ത് ചെയ്യേണ്ടത്, അതും പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാതെ ഭാവിക്കേണ്ടതിന് മീതെ നമ്മൾ ഭാവിച്ചുയരും. നമുക്ക് ജോലി കൂടെ ചെയ്യാനായിട്ട് കോവർക്കേഴ്സിനെ തരുന്നത്, അതും ദൈവത്തിന്റെ കൃപയാ. ഇതെല്ലാം നമുക്കുണ്ടെന്ന് വിചാരിച്ചോ, ക്രെഡിബിലിറ്റി ഉണ്ട്, സ്കില്ലുണ്ട്, പ്രാർത്ഥിച്ച ആൾക്കാർ സൗഖ്യമാകാനായിട്ടുള്ള ഒരു വരം ദൈവം തന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ, പരിജ്ഞാനം തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം, എനിക്ക് പല പ്രാവശ്യം എനിക്ക് പെട്ടെന്ന് രാവിലെ ഒരു അസുഖം വന്ന് എനിക്കന്ന് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. ആ ഹെൽത്തും ദൈവം ആ കൃപ മാത്രമാണെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഒരു വീട്ടിനകത്താണെങ്കിലോ ഒരു 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 ഉത്തമ ഭാര്യയായിട്ടിരിക്കുവാൻ, അല്ലെങ്കിൽ ഒരു ഭർത്താവായിട്ടിരിക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള പേരൻസ് ആകാൻ, ഇതൊക്കെ ദൈവത്തിന്റെ കൃപയാ. ഇതിനകത്തൊന്നും നമുക്ക് പുകഴാനില്ല. കൃപ 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 എന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കാൻ ഒക്കുള്ളൂ ഈ കാര്യത്തെ പറ്റി. നമ്മുടെ സാഹചര്യങ്ങള് മോൾഡ് ചെയ്യുന്ന ദൈവം, നമുക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ചുമതലകൾ നിവർത്തിക്കാനായിട്ട് എല്ലാത്തിനും കൃപയാൽ എന്ന് മാത്രമല്ലാതെ അൺഡിസേർവ്ഡ്, എനിക്ക് ഒരിക്കലും ഡിസേർവ് ചെയ്യാൻ പറ്റാത്ത മെറിറ്റ്. ഞാൻ പലപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴേ ഓർക്കും, ഈ ഡ്രൈവ് ചെയ്യാൻ കർത്താവ് എനിക്ക് പഠിക്കാനായിട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യാൻ പഠിച്ചത്. 40 വയസ്സിന് ശേഷമാണ് ഡ്രൈവ് ചെയ്യാൻ പഠിക്കാൻ സഹായിച്ചത് കർത്താവ്. അത് കൃപയാ. എത്രയോ പേര് പഠിച്ചിട്ട് ഓടിക്കാൻ പറ്റാതെ ഇരിക്കുന്നു. അതുകൊണ്ട് എനിക്കിതിനകത്ത് ഒന്നും പുകഴാനില്ല. ഞാൻ അത് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ, ഒരു ആക്സിഡന്റ് ആവാതെ പോകുന്നത് നമുക്ക് വേണമെങ്കിൽ വളരെ സൂക്ഷിച്ചൊക്കെ ഓടിക്കാം. പക്ഷെ എതിർവശം വരുന്ന വാഹനങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? പലരും ചിലപ്പം കുടിച്ചിട്ടായിരിക്കും ഓടിക്കുന്നത്. ചിലപ്പം വളരെ ഇമോഷണലി ഡ്രെയിൻഡ് ആയിട്ടായിരിക്കും ഓടിക്കുന്നത്. രാത്രി എല്ലാം ജോലി ചെയ്തിട്ട് ഉറങ്ങാതെ ആയിരിക്കും ഓടിക്കുന്നത്. അവർക്കൊക്കെ നമ്മൾ സേഫ് ആയിട്ട് ഓടിച്ചാൽ പോലും ഇങ്ങോട്ട് വന്ന ആക്സിഡന്റ്സ് ഉണ്ടാകാം. അതുകൊണ്ട് ഇതിനകത്തൊന്നും നമുക്ക് പുകഴാനില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടാവാതെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നെങ്കിൽ അത് കൃപ മാത്രമാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി ചിന്തിക്കുമായിരുന്നു. കൃപ മാത്രം. ഞാന് വിവാഹം കഴിച്ച സമയത്ത് എനിക്ക് കുട്ടികളാകാനായിട്ടുള്ള സാധ്യത ഒത്തിരി കുറവായിരുന്നു. കൃപയാൽ ദൈവം 4 കുഞ്ഞുങ്ങളെ തന്നു. ഓൺലി ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇതിനകത്തൊന്നും എനിക്ക് പുകഴാനില്ല. ഞാൻ അതുപോലെ ചിന്തിക്കുവായിരുന്നു, ജോലി സ്ഥലത്ത് ആക്ച്വലി ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി എൻ്റെ ട്രെയിനിങ് സീറോയാ. ഞാൻ ട്രെയിൻ ചെയ്ത കോളേജിൽ ഒന്നും പഠിച്ചിട്ടില്ല. ഒന്നും ഒരു എക്സ്പീരിയൻസേ ഇല്ലായിരുന്നു. ദൈവം കൃപയാൽ എന്ത് ചെയ്തു, എനിക്ക് ജോലി ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പം മെഡിക്കൽ മിഷനിലെ ഒരു സീനിയർ ഡോക്ടർ കോശിയുടെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അദ്ദേഹമാണ് അതും ദൈവകൃപയായിരുന്നു. ഒരു വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യന്റെ കീഴിൽ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ദൈവം ഇടയാക്കി, എന്നെ ജോലി ചെയ്യാനായിട്ട് അതും കൃപയാ. ആക്ച്വലി അങ്ങനെ വന്നത് എൻ്റെ എൻ്റെ സ്വന്തം സിസ്റ്റർ ഇൻ ലോ ആണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഡോക്ടർ മോളി എന്നെ അവിടോട്ട് ആക്കിയത്. ഈ സാറിന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞു. ഞാനിപ്പോ ഓർക്കുവാ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്കിവരെ ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഇതെല്ലാം ദൈവത്തിന്റെ കൃപ എൻ്റെ മേലെ ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു, ജോലി സ്ഥലത്ത് ഞാൻ കുറച്ച് നാള് നോർത്ത് ഇന്ത്യയില് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വർക്ക് ചെയ്യാനായിട്ട് ഇടയായി.
ഇന്ന് രാവിലെയും കൂടെ ഞാൻ ചിന്തിക്കുമായിരുന്നു, കർത്താവേ എന്തൊക്കെ അവിടെ ദൈവത്തിന്റെ കൃപയാലെ എന്തെല്ലാം ട്രീറ്റ് ചെയ്യാൻ, ഒന്നും അറിയാത്ത സബ്ജക്ട്സ്, ഒന്നും അറിയാത്ത ബ്രാഞ്ചസ് ഓഫ് മെഡിസിൻ ട്രീറ്റ് ചെയ്യാനായിട്ട് ദൈവകൃപയാൽ ഇപ്പോഴും ഞാൻ ഓർക്കുക, ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നത് വളരെ പ്രായമായി, ഇപ്പോഴും വർക്ക് ചെയ്യാനായിട്ട് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ടീം വർക്കറെ ദൈവം എനിക്ക് തന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റും. ഡോക്ടർ ഐ വി എനിക്ക് തന്നു, അതുകൊണ്ടാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതും കൃപയാ, എല്ലാം കൃപയാ. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും പല അസുഖങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഒരു 25 വർഷം മുമ്പേ ഓൾമോസ്റ്റ് 2 മാസം കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആയിരുന്നു. ഞാൻ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി, കഴുത്തിനൊരു പ്രയാസം ഉണ്ടായിട്ട് ഞാൻ ഓർത്തു, ഞാൻ വളരെ എനിക്ക് വളരെ ഒരു പ്രയാസം, ഞാൻ ചോദിക്കും ഇത്രയും നാളും ദൈവം ജീവിക്കാൻ സഹായിച്ചു, ഞാൻ സംതൃപ്തിയായിരുന്നു, എനിക്ക് കംപ്ലയിൻസ് ഇല്ലായിരുന്നു. പക്ഷെ കൃപയാൽ ആ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ ദൈവം ഇടയാക്കി. ഞാൻ ചിന്തിക്കുമായിരുന്നു, എങ്ങനെ ദൈവം, അതും കൃപയാല, കൃപ മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃപയല്ലാതെ വേറെ ഒന്നും ഇല്ല എന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. ഞാൻ റെഗുലറായിട്ട് എൻ്റെ കുടലിനൊരു പ്രോബ്ലം ഉണ്ട്. അത് ഉള്ളത് കൊണ്ട് എനിക്ക് ആക്ച്വലി ട്രാവൽ ചെയ്യാനോ ഈവൻ നോർമലായിട്ട് വർക്ക് ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഒരു ശരീരം, ഒരു ഒരു പ്രത്യേക പ്രയാസം എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുക, എങ്ങനെ ദൈവം കൃപയാൽ അവിടെയും നടത്തുക. എപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നതിന് തൊട്ടടുത്ത് എനിക്ക് ഒരു വാഷ്റൂമും റണ്ണിങ് വാട്ടറും ആവശ്യമുണ്ട്. അതും ദൈവം കൃപയാൽ തരുക. അപ്പം ഒരു കാര്യവും നമുക്കൊരു തടസ്സമല്ല ഈ ദൈവകൃപയിൽ നിൽക്കുവാനോ ദൈവകൃപയിൽ മുമ്പോട്ട് പോകാനോ. വാട്ട് കാണ്ട് ഗ്രേസ് ഡു, ഇതാ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ റിയലൈസേഷൻ എപ്പോഴും എനിക്ക് എന്താ എന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കാനായിട്ട് ദൈവം എന്നെ സഹായിക്കും. നമ്മൾ സാധാരണ ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, അവർക്കെന്താ വിശ്വസിച്ചാൽ കുഴപ്പം, അവർക്കെന്താ പ്രവർത്തിച്ചാൽ കുഴപ്പം. ദൈവം അവർക്ക് എനിക്ക് കൃപ ലഭിച്ചത് കൊണ്ട്, ആ കൃപ ഉള്ളത് കൊണ്ട് മാത്രമാണെന്നുള്ളത് റിയലൈസേഷൻ വരുമ്പോൾ, എനിക്ക് ലഭിച്ചതേ എനിക്കുള്ളൂ എന്ന് വരുമ്പോൾ, ഒരു രീതിയിലും നമുക്ക് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കാനായിട്ട് ദൈവകൃപയാൽ അത് സാധിക്കും. ഞാൻ ഈ കൃപയെ പറ്റി ചിന്തിക്കുമായിരുന്നു. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വായിച്ചോട്ടെ, ലാസ്റ്റ് വേഴ്സായിട്ട് എഫേസ്യ ലേഖനം 4:7. എഫേസ്യർ 4:7. എന്നാൽ നമ്മിൽ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. വി റിസീവ്ഡ് ഗ്രേസ് അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ് ഗിഫ്റ്റ്. ഇതാണ് എന്നെ ഏറ്റവും അധികം അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. അതായത് നമുക്ക് ഓരോരുത്തര്, അപ്പൊ ഈ കൃപ എന്തുവാ, എല്ലാവർക്കും അവൈലബിളാ. സെയിം കൃപ എല്ലാവർക്കും, ഓരോരുത്തര്, ഈച്ച് ഓഫ് us ആയിരിക്കുന്നത് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിന് അക്കോർഡിംഗ് ടു ദ മെഷർ ഓഫ് ക്രൈസ്റ്റ് ഗിഫ്റ്റ്. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ ക്രൈസ്റ്റിന്റെ ഒരു ഗിഫ്റ്റായി കൃപ. അതായത് നമുക്കിത് നേടിയെടുക്കാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും കൂടുതൽ ചെയ്തിട്ട് ദൈവത്തിന്റെ സ്നേഹം കുറച്ചുകൂടെ പ്രാപിക്കാൻ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചാലും പ്രവർത്തിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ സ്നേഹം എൻ്റെ മേലെ സെയിമാ, ഒരു വ്യത്യാസവും ഇല്ല. ദൈവത്തിന്റെ കൃപയും സെയിമാ. എല്ലാവർക്കും അത് എഴുതിയിരിക്കുന്നത് ലഭിച്ചിരിക്കുന്നു എന്നാ. പാസ്റ്റ് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു, പാസ്റ്റ് ടെൻസാ. അപ്പൊ എന്തുവാ, അപ്പൊ എനിക്കിന്ന് വളരെ സിമ്പിളായിട്ട് അതിന്റെ ആൻസർ കിട്ടി. ഒരു ഗിഫ്റ്റ്, കൃപ ഒരു ഗിഫ്റ്റാ, ഗ്രേസ് ഒരു ഗിഫ്റ്റാ. ഗിഫ്റ്റ് നമ്മൾ സാധാരണ എന്തോ ചെയ്യുന്നത്, നമ്മൾ ഒരാൾ ഗിഫ്റ്റ് തന്നാൽ നമ്മൾ റിസീവ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പൊ ദൈവം ഈ കൃപ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസീവ് ചെയ്താൽ മാത്രം മതി. എനിക്ക് അതിന്റെ കൃപ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ദൈവം അത് ഓൾറെഡി ലഭിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. വി ജസ്റ്റ് ഹാവ് ടു റിസീവ് ഇറ്റ്. ഇതെന്നെ ഈ റിയലൈസേഷൻ എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു. ഇനി അടുത്ത ഒരു കാര്യം ഞാൻ വിചാരിച്ചത്, ഡെവിളിന് എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഈ കൃപയിലാണ് ആശ്രയിക്കുന്നത്. അപ്പൊ എപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ വളരെ ബോൾഡായിട്ടും സ്ട്രോങ് ആയിട്ടും ഫുൾ കൺവിക്ഷനോടും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ദ ഡെവിൾ കനോട്ട് ടച്ച് മീ, ദ ഡെവിൾ കനോട്ട് ഡിഫീറ്റ് മീ. ഇന്നത്തെ ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് ഒരു ലൈനും കൂടെ ചേർക്കാൻ പറ്റി. ദ ഡെവിൾ കനോട്ട് ഡിഫീറ്റ് മീ ഓർ ടച്ച് മീ ബിക്കോസ് ഐ ഡിപ്പെൻഡ് ഓൺ ഗ്രേസ്. ഐ ഡിപ്പെൻഡ് ഓൺ ഗ്രേസ്. ഞാൻ ആശ്രയിക്കുന്നത് കൃപയിലാണ്. ആ കൃപ എനിക്ക് ഒരു അളവ് തീരാതെ എനിക്ക് അവൈലബിളാ. ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ഞാൻ ഈ ദിവസം ഈ കൃപയെ പറ്റി ചിന്തിച്ചപ്പോൾ, കൃപയാൽ മാത്രമാ, വേറെ ഒന്നുമല്ല നിൽക്കുന്നത്. ആ കൃപ എനിക്കുണ്ട്, എനിക്ക് ലഭിച്ചിട്ടുണ്ട് കൃപ. ദൈവത്തിന്റെ ഗിഫ്റ്റ് അത് വിശ്വാസത്താൽ പ്രാപിച്ചാൽ മാത്രം മതി. വിശ്വാസവും ഗിഫ്റ്റാ. ഈ എല്ലാ കാര്യങ്ങളും കൈ തുറന്ന് കർത്താവെ എനിക്കിത് വേണമെന്ന് പറഞ്ഞ് പ്രാപിച്ചാൽ മാത്രം മതി.
ഈ സെയിം ദൈവകൃപ നമുക്ക് ഓരോരുത്തർക്ക് അവൈലബിളാ. ദൈവം ആഗ്രഹിക്കുക ഇതിനെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ഈ കൃപ പ്രാപിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമോ? Father, Lord, we thank you. We praise you, Lord. Thank you, Lord Jesus, for this blessed word, Lord. Thank you for reminding us all that, Lord, by grace we are saved, and by grace alone we can stand, and by grace alone, Lord, we can allow you to accomplish everything through us, Father, Lord. Thank you, Kartave. Thank you, Lord Jesus, for Bina ma'am. Thank you, Lord, for her life. Thank you, Lord, that even as she celebrates her birthday today, Lord, as a body of Christ, Lord, we pray for her and we bless her. Thank you, Lord, for every week, Lord, we get to hear your word and be blessed. Help each one of us not just to be hearers of your word, but, Lord, to take it in, and, Lord, to meditate on this, and, Lord, to apply it in our lives, and also to teach others. Thank you, Lord Jesus. We bless you and we glorify your mighty name. Thank you for the grace which you have given us. In Thank you. Jesus' name we pray. Amen. 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 Praise the Lord.